സമ്മേളനത്തിന്റെ ഈ പ്രകടനത്തിന്റെ ഈ നൈറ്റ് മാർച്ചിന്റെ ഈ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചൊക്കെ ഉദ്ഘാടകൻ ഇവിടെ വിശദീകരിക്കും. സമകാലിക രാഷ്ട്രീയത്തിൽ ഫാസിസത്തിന് അടിമപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന് ശക്തി പകർന്നുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയവും ഈ രാഷ്ട്രത്തിന്റെ ഭാഗതയെയും ചിന്തിക്കുന്നതിന് വേണ്ടി മുന്നോട്ടു പോകാൻ അധ്യാപകരായ നമുക്ക് ഒട്ടേറെ കടമകളും കർത്തവ്യങ്ങളുമുണ്ട്. കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരായ നാം പാഠപുസ്തകത്തിലൂടെ ചരിത്രത്തെ തമസ്കരിച്ചിരിക്കുന്നു. ഇന്ന് പാഠഭാഗം മറച്ചു നോക്കുമ്പോൾ, ഓണപരീക്ഷയോടടുപ്പിച്ച് നിൽക്കുമ്പോൾ, 1 മുതൽ 10 വരെ 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ ഓണപരീക്ഷയോടടുപ്പിച്ച് നിൽക്കുമ്പോൾ ഏത് പാഠത്തിലാണ് ഗാന്ധി ഉള്ളത്, ഏത് പാഠത്തിലാണ് നെഹ്റു ഉള്ളത്, ഏത് പാഠത്തിലാണ് ആസാദ് ഉള്ളത്? താളുകൾ മറിച്ചു നോക്കുകയാണ് അധ്യാപകരും വിദ്യാർത്ഥികളും. നമുക്ക് മുന്നേ പഠിച്ചവർ ചരിത്രത്തിന്റെ ഭാഗമായി ഗാന്ധിയും നെഹ്റുവും ചാച്ചാജിയും ഒക്കെ ആസാദും ഒക്കെ ഉള്ളപ്പോൾ ഇന്ന് പാഠപുസ്തകത്തിൽ നിന്നും സ്വാതന്ത്ര്യ സമര ചരിത്രത്തെയും സ്വാതന്ത്ര്യ സമര നേതാക്കളെയും തമസ്കരിച്ചുകൊണ്ട് ഇന്ന് ഗോഡ്സെയുടെ പാതയിലേക്ക് ഇന്ത്യ രാജ്യത്തെയും ഈ രാജ്യത്തിനുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും കൊണ്ടുപോകാൻ ഭരണാധികാരികൾ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്ന ഒരു അധ്യാപക സംഘടന കൂടിയാണ് KPST എന്നത് പൊതുസമൂഹത്തോട് ബോധ്യപ്പെടുത്തേണ്ട ഒരു സമയം കൂടിയാണിത്. പാഠപുസ്തകത്തിൽ നിന്നും പാഠ്യപദ്ധതിയിൽ നിന്നും സ്വാതന്ത്ര്യ സമരത്തെയും ദേശീയ നേതാക്കളെയും മാറ്റി നിർത്തിയാൽ ഇന്ത്യയിലെ ജനകോടിയുള്ള മനസ്സുകളിൽ നിന്ന് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തെയും അതിന്റെ ചരിത്ര വസ്തുക്കളെയും സത്യത്തെയും ദേശീയ നേതാക്കളെയും വായിച്ചു കഴിയാൻ ഒരു വർഗീയ ശക്തിക്കും ഒരു ഫാസിസത്തിനും കഴിയുകയില്ല എന്ന് അടിവരയിട്ട് പ്രഖ്യാപിക്കാൻ KPST ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയങ്കരനായ സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൾ മജീദ് മാഷെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു.